നമ്മളിപ്പോൾ ഉള്ളത് പയ്യോളി PTH റോഡിലാണ്. റീസെൻ്റായിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത വീട്ടിലാണുള്ളത്. ഇവിടെയുള്ള ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അയൽ സാറിനെ ചോദിക്കാം. സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഇൻറ്റീരിയർ ചെയ്ത്, കാരണം അവിടെ സിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് ഇൻറ്റീരിയറിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റി അവൈലബിൾ ആയിരുന്നു. ഏത് ഓപ്ഷൻ പറഞ്ഞാലും കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ കസിനുമായിട്ട് എൻ്റെ വീട് ഇപ്പോൾ റിനോവേറ്റ് ചെയ്യുക. ഈ പയ്യോളിയുള്ള ഒരുപാട് പഴക്കമുള്ള വീടാണ്. അപ്പം ചെറിയ റൂമുകളാണ്, സൗകര്യങ്ങൾ കുറവാണ്. അപ്പോൾ എനിക്ക് മൊത്തം ഒരു എന്താ പറയുക, എങ്ങനെ ചെയ്യണമെന്ന് എവിടെ തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു കസിൻ പറഞ്ഞത്, വടകര നമ്മൾ ഇങ്ങനെ, ഞാൻ എൻ്റെ അവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു, എനിക്കൊരു തലവേദനയും ഇല്ലായിരുന്നു, പെട്ടെന്ന് ബാംഗ്ലൂർ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കസിൻ പറഞ്ഞു അങ്ങനെ ഒരു ടീം ഉണ്ട് ഇവിടെ. അപ്പോൾ 3D കണ്ടു. 3D സത്യം പറഞ്ഞാൽ 3D കണ്ടപ്പോൾ ഞാൻ ബാംഗ്ലൂർ ചെയ്ത വർക്കിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ആ ഒരു ഇതാണ് കിട്ടി. കാരണം ഒറ്റ ട്രയലിൽ തന്നെ എനിക്ക് ഒരു 90% പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ആക്ച്വലി ആ 3Dയിൽ ചില ഐറ്റംസാണ് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ഫോർ എക്സാമ്പിൾ ബേ വിൻഡോ, പിന്നെ TV പാനൽ നിങ്ങൾ ചെയ്ത മെത്തേഡ്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാനിത് പ്രതീക്ഷിക്കുന്നില്ല, കാരണം മെറ്റീരിയൽസിൻ്റെ പറഞ്ഞപ്പോഴും പിന്നെ എന്താ പറയുക, പിന്നെ എൻ്റെ പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു കസ്റ്റമർക്ക് ഉണ്ടാകുന്ന പേടി എന്ന് വെച്ചാൽ ഇത് ഈ ഫിനിഷിങ്ങിൽ നാട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം എന്താ പറയുക, എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ആയിരുന്നു, ഇത് റിയലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും. പക്ഷേ ഞാൻ പ്രവാസിയാണ്. അപ്പം നാട്ടിൽ വന്ന് കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്ന് ഞാൻ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിത് ചെയ്യുന്ന ഇപ്പോൾ ശരണമായിട്ട് തന്നെ റൂഡായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എനിക്ക് 23rd ഇത് തീരണം എന്ന് വർക്ക്. എനിക്ക് തന്നെ മനസ്സിൽ ഒരു ഇതുണ്ട്, കാരണം 23rd തീരുമെന്ന്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആകെ ഒരു 10 ദിവസത്തെ ലീവേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഇത് തീർക്കുക എന്നുള്ള ഒരു ചാലഞ്ചാണ്. അപ്പോൾ ആ പറഞ്ഞ ഡേറ്റിൽ കറക്റ്റ് 22nd ഞാൻ ഇവിടെ എത്തി. 23rd ആയപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ ആ ലെവലിൽ നിങ്ങൾ ഫിനിഷ് ചെയ്തു. എന്താ പറയുക, അത് ഞാൻ വിചാരിച്ചതിൻ്റെ ഇത് അവിടെ വന്ന് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമായില്ല മീൻസ് ചെറിയ ചേഞ്ചസ് തോന്നി. അത് നിങ്ങൾ സാധാരണ ഒരാൾ പറഞ്ഞാൽ ഓക്കെ ഇതിന് എക്സ്ട്രാ വർക്ക്, അങ്ങനെ പല കമൻസും വരും. പക്ഷെ അതൊക്കെ നിങ്ങൾ സ്മൂത്തായിട്ട് ചെയ്ത് തന്നു. സോഫാർ എൻ്റെ എന്താ പറയുക, ഞാൻ നാട്ടിൽ ഇതുവരെ ചെയ്ത വർക്കിൽ എന്താ പറയുക, പല പരിപാടി ചെയ്തതിൽ ഇതിൽ അമേസിംഗ് ആയിട്ട് തോന്നി വരുന്നതാണ്. പ്രൊഡക്ഷനിലേക്ക് പോയപ്പോൾ ശരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആ വാട്സപ്പ് കണ്ടപ്പോൾ ആദ്യം ഒന്ന് പേടിച്ച് 45 ദിവസം എടുക്കുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചു വെച്ചാൽ 45 ദിവസം എന്ന് വെച്ചാൽ എനിക്ക് കൂടുതലാണ്, കാരണം എനിക്ക് 23ന് തീരണമായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞതിലും ഈവൻ 10 ദിവസം കൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നു. അതൊരു അമേസിങ് വർക്കാണ്. കാരണം ഒരു ഇൻറ്റീരിയറിലും ഞാൻ ചോദിച്ചത് 10 days കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്ത് കിട്ടില്ല, അതും ഈ പെർഫെക്ഷനിൽ. അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ടീം ഒരു കോർ ടീമെന്ന് വെച്ചാൽ എക്സലൻറ്റ് ടീമാണ്. എന്താണെന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ ഫോർ എക്സാമ്പിൾ ആ ബാംഗ്ലൂരിൽ നിന്ന് മോഡുലാർ ഫിറ്റ് ചെയ്തവർ, പിന്നെ നിങ്ങൾ മൊത്തം ഓവർസീ ചെയ്യുന്ന ഇത് ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നോക്കുന്നുണ്ട്. ഡിസൈനിൽ ഓഫ് കോഴ്സ് ഒന്നും പറയാനില്ല അതിൻ്റെ ഒന്നും. അപ്പം ഓൾ ടുഗദർ ആർക്കിഡോട്ട്സ് മൊത്തത്തിൽ എന്താ പറയുക, നിങ്ങൾ റോക്ക് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം ബാംഗ്ലൂരിൽ നിന്ന് ചെയ്യുന്ന വർക്കിലും നന്നായിട്ട് റീസണബിൾ കോസ്റ്റാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓവർസീ ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചെയ്തത്, അതിൻ്റെ ഒരു കോസ്റ്റേ ഇതിന് മൊത്തത്തിൽ വരുന്നുള്ളൂ ഞാൻ നോക്കിയിട്ട്. ഇങ്ങനെ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ പെർഫെക്ഷൻ ഒരു വാല്യൂ ഉണ്ട്. ആ പെർഫെക്ഷൻ കീപ്പ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഐ എം സോ ഹാപ്പി. താങ്ക് യു. നമ്മൾ ഫൈനലായിട്ട് ലോക്ക് ചെയ്ത് 3Dയിലേക്ക് തന്നെ നമ്മൾ ഈ ഡിസൈനെ കൊണ്ടെത്തിക്കാനുള്ള മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ്. താങ്ക് യു. കാരണം പലപ്പോഴായിട്ട് ചില ക്ലയൻസ് നമ്മളോട് 3D ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കറക്ഷൻസ് വേറെ സൈറ്റിൽ പോയി കണ്ടിട്ട് പറയും അങ്ങനെ ചേഞ്ച് ചെയ്യണം. പക്ഷേങ്കിൽ ഇതിൽ സാറായി കഴിഞ്ഞാൽ സാറിൻ്റെ വൈഫായി കഴിഞ്ഞാലും അതിൻ്റെ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല. എല്ലാം ക്ലിയറായിട്ട് പേയ്മെൻ്റ് ആയി കഴിഞ്ഞാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളായി കഴിഞ്ഞാലും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് സാർ തന്നത്. ഓക്കെ, അപ്പം അതിന് സാറിനോട് നമുക്ക് ആർക്കിഡോട്ട്സിൻ്റെ പേരിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. താങ്ക് യു. ഓക്കെ.